മണിപ്പുരിയിൽ വെച്ചാണ് ഞാൻ 2 ജപ്പാൻകാരെ അടിച്ചു മലർത്തിയത്. അന്നു മുതൽ ബോംബ് കുഞ്ഞുവിൽ നിന്ന് കേട്ടാൽ ജപ്പാൻകാർ വിറയ്ക്കും. ഹലോ, ഞാനാണ് സാക്ഷാൽ ബോംബ് കുഞ്ഞുഞ്ഞ്. അതല്ലേ സാഹിബിന് നമ്മളോട് വലിയ കാര്യം. പിന്നെ ഒരു രഹസ്യമുണ്ട്. ഈ മാതാമപ്പം പിള്ളേർക്കെല്ലാം ഈ ബോംബ് കുഞ്ഞുഞ്ഞെന്ന് കേട്ടാൽ അവലോസുണ്ട പോലെയാണ്, അവലോസുണ്ട പോലെ. ഈ വിവരം സാഹിബ് പറഞ്ഞു. അവധി തന്നു. ഉടൻ നാട്ടിൽ ചെന്ന് കല്യാണം കഴിച്ചോളാൻ മെമ്മോ. ഇത്രയുമാണ് ബോംബ് കുഞ്ഞുഞ്ഞന്റെ ജീവചരിത്രം. മുതലാളി, നമ്മുടെ ആനക്കുഴി പൊന്നമ്മിപ്പ് എവിടെയാ? അതിരിക്കട്ടെ, നിങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചവിട്ടുനാടൻ കളിക്കാൻ പോയെന്നാണോ മുതലാളി വിചാരിച്ചത്? അല്ലപ്പ, നമ്മളൊരു വിവരം അറിയാൻ വേണ്ടിട്ട് ചോദിച്ചാ. നിങ്ങൾ പിണങ്ങല്ലേ? എന്നാ കുറച്ച് വെടിവെച്ച് തകർത്തവനാണ് ഈ കുഞ്ഞുഞ്ഞെന്ന് വിചാരിച്ചു. ഈ പാട് കണ്ടോ? കണ്ടോ? ഇത് ഡമാൽപൂരിൽ വെച്ച് ഒരു ബോംബ് കയ്യിലിരുന്ന് അങ്ങ് പൊട്ടി. ബോംബ് ഒന്ന് കയ്യിലിരുന്ന് പൊട്ടിയില്ലെന്നേ. ഇവനാരിടോ? ഓ, മൈസൂരായിട്ടായിരിക്കും ഉത്തരവ്. ഇവന്മാരാരടാ? എടാ, സൈക്കിളേറ്റം പഠിക്കുന്ന പട്ടാളത്തിൽ വേടാ. അയ്യോ, കഷ്ടം കഷ്ടം കഷ്ടം. അല്ല, സൈക്കിളെ പെടുത്തപ്പോ ഈ ശൈലിക്കായ അല്ല, ഇതാരാണ്? നമ്മുടെ സുബ്രഹ്മണ്യം പോലീസാറാ? ഇതുപോലെ തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. കൽക്കട്ടയിലാണോ, ബോംബെയിലാണോ, പൂനെയിലാണോ, ഡൽഹിയിലാണോ നിശ്ചയമില്ല. അവന്റെ ആർട്ടുമേലാണ് നോക്കിക്കേ. സൈക്കിൾ ഞാൻ നിൽക്കും. പോറ്റി സാറേ, ഒരു കാര്യം ചെയ്യാം. നീര് വീഴുന്നതിന് മുമ്പ് നമുക്കൊരു ചൂട് ചായ അടിക്കാം. വന്നാട്ടെ. ഞാൻ പറഞ്ഞോ? വേണ്ട. എടാ മമ്മൂഞ്ഞ, മമ്മൂഞ്ഞ. ഓ മാമ, എനിക്കൊരു ബോധമില്ല. ഞാനിപ്പോ കട്ടിലാണോ താഴത്താണ്? ഇല്ല, നീ ഇപ്പൊ ആനപ്പുറത്താണ്. അല്ല, അതെ, അതാണൊരു നിനക്ക് നമ്മൾ ബോധം വരുത്തി തരണം. കദീഷ, ആ തീ ഇത്തിരി എടുത്തുകൊണ്ട് വാ മോളെ. ഇവനിത്തിരി ബോധം വരുത്തണമല്ല. വേഗം തീ കൊണ്ടുവാ മോളെ, വേഗം തീ കൊണ്ടുവാ. ഇതേവാ പറ്റി എപ്പോ നോക്കിയാലും ഒരു സൈക്കിളിലാണ്. ബോധം വന്നോടാ, ബോധം വന്നാടാ. വേഗം സൈക്കിൾ കൊണ്ട് കടയിൽ പോ, വേഗം കടയിൽ പോ. ഇനി നമ്മളോട് ചോദിക്കാണ്ട് സൈക്കിൾ എടുത്താലുണ്ടല്ല. മോളെ തീ പിടി. കിണിക്കണം. ഞാൻ ഒരു കുത്തുണ്ടല്ലോ. നിങ്ങൾക്ക് ചായ വേണം? വേണം. അപ്പോ ചതിക്കല്ലേ. ഒരു ചായ കുടിക്കാൻ കൊതിയാണോ കദീജ? വീട്ടിൽ ചായ ഉണ്ട്. അപ്പൊ നമ്മളെ പറ്റി വിചാരമുണ്ട്. അപ്പൊ പണത്തിന്റെ കാര്യം? എന്റെ പണമില്ല. താങ്ക് യു, താങ്ക് യു. ഗുഡ് നൈറ്റ്. ആണുള്ള പുട്ടും കടലും എല്ലാം തിന്നിട്ട് ഭക്ഷണവും കഴിച്ചു പോയല്ലോ. എപ്പോഴായി? ഇനിയിപ്പൊ ഞാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട, തിന്നതിന് പണം വെച്ചുകൊണ്ട് അങ്ങ് പോയാൽ മതി. അത് വളരെ കഷ്ടിയാണ്. കഷ്ടമാണെങ്കിൽ പോകാൻ പറ്റിയില്ലെന്ന് മാത്രം.